എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ വിഷയം എടുക്കാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നമുക്ക് വരാം. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രേണുവിൻ്റെ ഒന്നാം ഭർത്താവും ശ്രുതിയുടെ രണ്ടാം ഭാര്യയും രംഗത്ത് വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന് രേണു പറഞ്ഞ കുറേ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. അപ്പോൾ ഈ ഒന്നാം ഭർത്താവും രണ്ടാം ഭാര്യയും തമ്മിലുള്ള ക്ലാഷ് നമുക്ക് നോക്കാം. കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു വെക്കുക. നമ്മുടെ വ്യൂസ് റീച്ചും ഒക്കെ വളരെ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് കുറേ നാളുകൊണ്ട് നമ്മൾ നേരിടുന്നത്. അപ്പോൾ സഹായിക്കാൻ താല്പര്യമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന, ഞാൻ സംസാരിക്കുന്ന സംസാര രീതികൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇപ്പോൾ രേണുവിൻ്റെ വീടായിരുന്നു കുറേ നാൾ കൊണ്ട് ചർച്ചാ വിഷയം. ഇപ്പോൾ വീട് മാറിയിട്ട് ആ സാധനം നേരെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിനകത്ത് സംസാരിക്കുന്നത് രേണു ഇങ്ങനൊരു മുൻ ഭർത്താവുണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരി പബ്ലിക്കായിട്ട് ആദ്യമായിട്ട് സമ്മതിച്ചു. ഇത്രയും നാളും സുധിച്ചേട്ടനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഒരേയാൾ, സുധിച്ചേട്ടനാണ് എൻ്റെ കഴുത്തിൽ കെട്ടിയ ഒരേയാൾ എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി സമ്മതിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഈ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു വീണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീണയെ ഞാൻ കണ്ടിട്ടില്ല, ഇവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഇവര് അവതരിപ്പിച്ച ഡോക്യുമെന്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആയതിനാൽ തന്നെ അങ്ങനെ ഒരു സാധനം ഉള്ളതാണോ അതോ ഒരു അശരീരി മാത്രമാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. അങ്ങനെ സംശയിച്ചിരുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ വീണ പിള്ളை അവരെ ഞാൻ യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവര് കഴിഞ്ഞ ദിവസം ഞാൻ ഇവരോട്, ഈ വീണയോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും അവർ ചെയ്ത കമന്റിനെ ഞാൻ മാനിക്കുന്നു. എൻ്റെ പ്രശ്നം അതല്ല കേട്ടോ. എന്നാലും ഞാൻ നിങ്ങളുടെ ആശയത്തോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ പ്രശ്നം, നിങ്ങൾക്ക് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ എന്നുള്ള സ്ഥാനം വേണ്ട, നിങ്ങൾക്ക് രേണു സുധിയെ തകർക്കണമെന്നൊരു ആഗ്രഹമില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളെ പല ആളുകളുടെ മുമ്പിലും ഇകഴ്ത്തി കാണിച്ചതുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. പക്ഷെ നിങ്ങൾക്ക് യാതൊരു പേരോ ഐഡന്റിറ്റിയോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആരും ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല, ഒന്നുമില്ല. അപ്പം പിന്നെ ഇത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നു. ആ അഭിപ്രായത്തോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നു. പക്ഷെ അതൊരു അശരീരിയല്ല, ശരിക്കും അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസം കേട്ടോ. അപ്പൊ ചോദിക്കരുത് നീ ദുബായ് കണ്ടുണ്ടോ, അപ്പൊ ദുബായ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കരുത്. ഇവരെ ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കാതിരുന്നത്. ഇനി രേണുവിന്റെ ഒന്നാം ഭർത്താവിനെ കുറിച്ച്, പാസ്റ്റർ ബിനുവിനെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രതിപാദിച്ച ആളെ അങ്ങനെയാണ്, പക്ഷെ ആള് പാസ്റ്റർ ഒന്നുമല്ല. എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ സുധിച്ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ആൾക്കാർക്ക് അറിയാം. പക്ഷെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരി ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീട് സുധിച്ചേട്ടനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരാള്, പാസ്റ്റിനെ കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അത് പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ വാക്കിനെ മാനിച്ചു. സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണോ പറയുന്നത്? ഞാൻ ഇതുവരെ ആയിട്ടോ അത് പുറത്ത് പറയാതെ, ഇതുവരെ എന്നല്ല, എന്തിനാണ് പോട്ടെ, അവരുടെയൊക്കെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ കാര്യം. മുന്നിലോട്ടും പിന്നോട്ടും മനുഷ്യർക്ക് ലൈഫ് ഉണ്ടാവും, മനുഷ്യരാണ്. അപ്പൊ അത് നമ്മൾ ചകഞ്ഞ്, ഇപ്പൊ ആൾക്ക് പോലും താല്പര്യമില്ല അങ്ങനെ. വളരെ നല്ല കാര്യമാണ്. ഞാൻ എപ്പോഴും വന്ന് പറയുന്ന കാര്യമാണ്, നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യം പ്രൈവറ്റ് ആക്കി വെക്കണം. ഇവരോടും ഈ ഒരു വിഷയം വന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പൊ പല റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല ആളുകളും പറഞ്ഞത് അവരുടെ സദ്യ കഴിച്ചവരുണ്ടല്ലോ, അവിടെ ഒന്ന് കൂടിയവരുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കാൻ താല്പര്യമില്ല. അതിൻ്റെ പ്രൈവസി ആണെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവസിയിലേക്ക് നമുക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് പേഴ്സണലി ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഈ ബിനുവിനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട്. ഞാൻ കണ്ടുപിടിക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഇവരിടാതെ ഇവരുടെ പേഴ്സണൽ ലൈഫ്, പ്രൈവറ്റ് ലൈഫ് ഞാൻ എക്സ്പ്ലോർ ചെയ്യില്ല. ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഞാൻ സംസാരിക്കും. അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി ഡിറ്റക്റ്റീവ് കളിച്ച് കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കില്ല. കാരണം അവരുടെ പ്രൈവസി ഞാൻ മാനിക്കുന്നു. എൻ്റെ പ്രൈവസിയിലോട്ട്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ എന്നോട് സംശയം ചോദിച്ച നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പുറത്തറിയിക്കേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരാൾ വന്ന് കുത്തി തിരക്കി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ആ സിദ്ധാന്തമാണ് ഞാൻ പാലിക്കുന്നത്. രേണു പറഞ്ഞ ബാക്കിയേക്കാം. ഈ പ്രതിപാദിച്ച ആൾക്ക് പോലും താല്പര്യമില്ല. ആൾക്ക് ഒരു ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്, ആളുടെ പേര് അതാണ്. അപ്പൊ ആൾ അങ്ങനെ ജീവിക്കുന്ന ആളുടെ ലൈഫിലോട്ട് നമ്മൾ എന്തിനാണ് വെറുതെ, ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ സുധിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇനിയും പറയാണ്, സ്റ്റാർ മാജിക് ഷോയിൽ ഞാനത് പറയാൻ വേണ്ടി വന്നത് സുധിച്ചാണ് വിലക്കിയത്, പറയണ്ട. സുധിച്ചാന്റെ വീട്ടുകാർക്ക് അറിയാം, എൻ്റെ വീട്ടുകാർ വിശ്വസിച്ച് ഫ്രഷ് സാധനം. അതായത് സ്റ്റാർ മാജിക് ഷോയിലേക്ക് പുള്ളിക്കാരിയും കൊല്ലം സുധിയും രണ്ട് മക്കളും കൂടെ വന്നപ്പോഴത്തേനും കൊല്ലം സുധി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യത്തെ ഇതിനു ശേഷം എൻ്റെ കിട്ടിയ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പുള്ളിക്കാരി അങ്ങോട്ട് പറയാൻ അങ്ങോട്ട് വന്ന്
എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, 1 മാസം പോലും ഞാൻ തികച്ച് ജീവിച്ചില്ല, അതിനുശേഷമാണ് ഞാൻ സൂചിച്ചായിട്ടുമായിട്ട് പറയുന്ന ഒരാള് ഫ്രഷ് സാധനം പറ. പെന്തിക്കോസ്തിന്റെ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റർ ഈ ആൾക്കാർ കമന്റ് വന്നത്. പാസ്റ്റർ ഒന്നും അല്ല അവര്, ആള് പാസ്റ്റർ അല്ല. അപ്പൊ പെന്തിക്കോസ് രീതി വന്ന ഒരു വിവാഹമായിരുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ എടുത്തോണ്ട് താലി കെട്ടിയ സൂചിച്ചാണ്. പെന്തിക്കോസ് താലി കെട്ടില്ല, പെന്തിക്കോസുകാർക്ക് താലി കെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താലി കെട്ടിയ ഭർത്താവ് സുധിച്ചേട്ടനാണെന്ന്. താലി കെട്ടിയാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ ഭർത്താവായി. ഓക്കെ, നിങ്ങളൊരു ക്രിസ്തീയ വിശ്വാസത്തിൽ പോകുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ തന്നെ ഞാൻ പറഞ്ഞട്ടെ, ക്രിസ്തീയ വിശ്വാസപ്രകാരം നമ്മൾ വിവാഹം കഴിക്കുമ്പോഴത്തേനും ഒരു പ്രതിജ്ഞ എടുക്കും. ദൈവത്തെ സാക്ഷി നിർത്തി ഒരു പ്രതിജ്ഞ എടുക്കും. നമ്മൾ ഇനി സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒന്നിച്ചാണ്, എന്ത് വന്നാലും ഈ ബന്ധം വേർപെടില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കത്തില്ലേ? ആ പ്രതിജ്ഞ ക്രിസ്ത്യൻ മാരേജ് പ്രകാരം അല്ലെങ്കിൽ ബെന്തിക്കോസുകാരുടെ വിശ്വാസപ്രകാരം നിങ്ങൾ ആ പറഞ്ഞ് കൈ കൊടുക്കുന്നതോടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു. പിന്നെ നിയമപരമായി നമ്മൾ ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയി നമ്മൾ ഒപ്പിട്ട് ചെയ്യുന്നത്. പള്ളികളിൽ തന്നെ ഇങ്ങനൊരു സൈൻ ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പള്ളിയുടെ നിയമപ്രകാരം നിങ്ങൾ രജിസ്റ്റർ ആയി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു വിവാഹ ആചാരപ്രകാരം മറ്റേ പൂജ പോലത്തെ ഒഴിക്കുന്ന സാധനങ്ങളും ചില മന്ത്രം പറച്ചിലും പപ്പ ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അവരുടെ വിവാഹത്തിന്റെ ഒരു കംപ്ലീഷനായിട്ട് അവർ കണക്കാക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറയാമല്ലോ, മറ്റേ മേളമടിച്ച് തന്നെ കല്യാണം കഴിച്ച ഒരാൾ ഇന്ന ആളെ ഉള്ളതെന്ന്. അങ്ങനെയല്ല, ഓരോ മതത്തിനും ഓരോ വിശ്വാസമുണ്ട്. നിങ്ങൾ പെന്തിക്കോസ് മതപ്രകാരം നിങ്ങൾ ഒരു വിവാഹം തന്നെയാണ് കഴിച്ചത്, അത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. നിങ്ങൾ നിയമപ്രകാരമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയില്ലെന്നുള്ളൂ. സോ നിങ്ങൾ ആ മതത്തിനെയും കൂടെ അപമാനിച്ചു, അത്രേ ഉള്ളൂ. സിമ്പിൾ സാധനം. ബാക്കി പറ. പിന്നെ അടുത്തത്, ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സത്യത്തിന്റെ മുമ്പ് ഇങ്ങനൊരു മതിലങ്ങട്ട് പണി അങ്ങോട്ട് വെച്ച് കള്ളത്തരം ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം ചെറുതായിട്ടൊന്ന് മറച്ചു വെച്ചു. രണ്ടും ഒരേ ഇമ്പാക്ട് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊന്നും തെറ്റല്ല കേട്ടോ, അതൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാ. കല്യാണം കഴിഞ്ഞാൽ എന്തായാലും രജിസ്റ്റർ ചെയ്യണമല്ലോ. ഞാൻ പറയുന്നത് കേൾക്കും. അതൊരു ആലോചന വന്നു. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ, ഞാൻ പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം രജിസ്റ്റർ എന്ന് പറയുമ്പോൾ 1 മാസമൊക്കെ നിന്നിട്ടായിരിക്കും കല്യാണം. പുതുമോടിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് 2 മാസം ആകുമ്പോഴായിരിക്കും രജിസ്റ്റർ. ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്, കേട്ടിട്ടുള്ളത് അങ്ങനെ. ഇത് 1 മാസം പോലും നിന്നിട്ടില്ല, ഒരാഴ്ച പോലും നിന്നിട്ടില്ലാത്ത ഈ ബന്ധം എന്തിനാണ് രജിസ്റ്റർ? അത് വേണ്ട, അത് കഴിഞ്ഞ 1 മാസമോ 1 ആഴ്ചയോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ. ഇനിയെങ്കിലും നിങ്ങൾ സത്യം, ഒന്നെങ്കിൽ നിങ്ങൾ സത്യം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുക. പ്രശ്നം അവിടെ തീരും. വീണ്ടും ഒരു കള്ളം പറഞ്ഞ് അതിൻ്റെ മേളിൽ മറ്റൊരു കള്ളം പറഞ്ഞ് അത് പൊളിയുമ്പോൾ മറ്റൊരു കള്ളം പറഞ്ഞ് എന്തിനാ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നേ? എനിക്ക് മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നു, എനിക്ക് അതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. അത് അവിടെ തീർന്ന സാധനം. ഒരു കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല, പക്ഷെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ കൈപിടിച്ച് എല്ലാം സമ്മതിച്ചു. അപ്പോൾ കല്യാണ സമയത്ത് കല്യാണം കഴിക്കുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, ഭർത്താവിനോടും ഭാര്യയോടും കല്യാണം വിവാഹിതരായി ഈ ഭർത്താവ് ഭാര്യ ആകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതിനോട് സമ്മതമാണോ എന്നൊരു ചോദ്യം ചോദിക്കും. കേട്ടിട്ടുണ്ടല്ലോ, എല്ലായിടത്തും ചോദിക്കും. അതിന്റെ പ്രസക്തിയിലേക്ക് നമുക്ക് വരാം. എനിക്കും ഒരു ബന്ധമില്ല, ആൾക്കും ഒരു ബന്ധമില്ല. കഴിഞ്ഞ കാര്യമാണ് ആലോചന വന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ആലോചന വന്നപ്പോ അപ്പോഴേ നമ്മൾ പിടിച്ചങ്ങ് കെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും സെറ്റ് ആവത്തില്ലെന്ന്. 1 മാസവും 1 ആഴ്ചയും 1 മാസത്തിന്റെ കുട്ടി 1 ആഴ്ച ആയപ്പോഴത്തേനും ഞങ്ങളങ്ങ് വേർപിരിഞ്ഞ്. ഇനി നമുക്ക് മെയിൻ പോയിന്റിലേക്ക് വരാം. ആഴ്ചക്കുള്ളിൽ ചെയ്യണം ഭാര്യയും ഭർത്താവും. പക്ഷെ അതുപോലും ഇല്ല. പള്ളിയിൽ പെന്തിക്കോസ് പള്ളിയിൽ ഒപ്പിടണമായിരുന്നു. അപ്പം കൈ പിടിക്കാന്നാണ് വിവാഹം എന്ന് പറയുന്നത്, ഇവരുടെ കൈ. അപ്പം ഇത് കഴിഞ്ഞാൽ ഒപ്പിടുന്ന ജോസഫേ, കുട്ടിക്ക് അറിയാം അപ്പൊ അതിനകത്ത് അത് വിവാഹമായി മാറുന്നുണ്ടെന്ന്. എന്നിട്ടാണ് ഈ മെഴുകല് ഞാൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. ഭർത്താവിന്റെ പേരാണ്. ഞാൻ എന്റെ ഇവിടെ ഈ സംശയമുള്ളവർ ചെന്ന് പള്ളിയിൽ ചെന്ന് ചോദിച്ചോളൂ, നോക്കിക്കോളൂ. ഞാൻ എന്റെ വിവാഹം. അപ്പം കൈ പിടിക്കാന്നാണ് വിവാഹം എന്ന് പറയുന്നത്, ഇവരുടെ കൈ. അപ്പം ഇത് കഴിഞ്ഞാൽ ഒപ്പിടുന്ന ഭർത്താവിന്റെ പേരാണ്. ഞാൻ ഇവിടെ ഈ സംശയം. എന്റെ പൊന്നളി, ഇതൊക്കെ എവിടെ നടക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് കൈ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒപ്പിടുന്ന ഭർത്താവിന്റെ പേരെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒപ്പിടുന്നത് എന്താണ്? ഞാൻ എന്ന വ്യക്തി എൻ്റെ ഐഡന്റിറ്റിയിലുള്ള ഒപ്പിട്ടിട്ട് ഈ കല്യാണത്തെ ഞാൻ സമ്മതിച്ചു എന്ന് കാണിക്കുന്നതാണ് ഈ ഒപ്പിടുന്നത്. കല്യാണം കഴിഞ്ഞു, കൈ പിടിച്ചു കൊടുത്തു, ഇനി മുതൽ ഭർത്താവിന്റെ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ കള്ളയൊപ്പായത്. കള്ളയൊപ്പാണ് അപ്പം ആ സാധനം. നിങ്ങൾ പറയുന്ന ശാസ്ത്രം എനിക്കറിയത്തില്ല കേട്ടോ. ഞാനൊരു ഇൻഡിപെൻഡന്റ് സഭയിൽ പോകുന്ന ഒരാളാണ്, എനിക്കറിയത്തില്ല ഈ സാധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ കമന്റ് ചെയ്യൂ. പള്ളിയിൽ ചെന്ന് ചോദിച്ചോളൂ, നോക്കിക്കോളൂ. ഞാൻ എന്റെ പപ്പായുടെ പേര് തന്നെയാണ് ഇട്ടത്. എനിക്കറിയായിരുന്നു ഈ ബന്ധം നിലനിൽക്കത്തില്ലെന്ന്. എനിക്ക് നേരത്തെ അറിയായിരുന്നു, പുള്ളിക്കും അറിയാമെന്ന് തോന്നുന്നു. എനിക്ക് നേരത്തെ അറിയായിരുന്നു ഈ ബന്ധം നിലനിൽക്കത്തില്ലെന്നുള്ളത്, പുള്ളിക്കും അറിയായിരുന്നു. സോ കല്യാണം കഴിച്ച് 1 ആഴ്ചക്കകത്തോ 1 മാസത്തിനകത്തോ പിരിയാവുന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അവിടെയാണ് ഞാൻ ചോദിച്ച മറ്റേ ചോദ്യത്തിന്റെ ആ ഒരു ഉദ്ദേശം വരുന്നത്.
ഈ കല്യാണ സമയത്ത് പള്ളികളിൽ ചോദിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഇന്നയാളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണോ, പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ഇന്നയാളെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാൻ ഒരാഴ്ച നിന്നിട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്, പക്ഷേ എനിക്ക് സമ്മതമാണ് കേട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ ആ ഒരു മതത്തിനെ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്ററിനെ ആ ഒരു കൂട്ടായ്മയെ അപമാനിക്കുന്ന സാധനമാണ് നിങ്ങൾ അപ്പോൾ അവിടെ ചെയ്തത്. ബെസ്റ്റ് സാധനം, നിങ്ങൾ ഈ സാധനത്തെ മിണ്ടാതെ വായിക്ക് സിബിട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ വന്നത് മെഴുകും തോറും ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വള്ളിയായിട്ട് പോകും എന്നുള്ള സാധനം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് കഥ ഞാൻ പറഞ്ഞുതരാം. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരിക്ക് ഇതിനു മുമ്പ് ഒരു കല്യാണം നടന്നിരുന്നു. പക്ഷേ ആ കല്യാണം പുള്ളിക്കാരി രജിസ്റ്റർ ഒന്നും ചെയ്തില്ല. കല്യാണം കഴിഞ്ഞപ്പോഴേ തന്നെ പുള്ളിക്കാരിയുടെ സ്വഭാവം പുള്ളിക്കാരൻ മനസ്സിലാക്കിയിട്ട് അപ്പോഴേ കണ്ടമ്പടി ഇറക്കി വിട്ട് അങ്ങനെ ആ ബന്ധം വേർപിരിഞ്ഞു. ഇവർ നിയമപരമായി ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഇവർക്കത് വേർപിരിയേണ്ടതായിട്ട് വന്നില്ല. പക്ഷെ പള്ളിയുടെ ചട്ടപ്രകാരം ഇവർ കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ്, നിയമപരമായിട്ട് വേർപെട്ടിട്ടില്ല. ഇനി നേരെ കൊല്ലസുധിയുടെ രണ്ടാം ഭാര്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം അവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഇന്റർവ്യൂവിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അവരെ ഞാൻ വെറുതെ പിടിച്ചിനകത്തോട്ട് ഇടണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ അവരെക്കുറിച്ച് പ്രതിപാദിക്കാത്ത അങ്ങനെ സംഭവം ഉണ്ട്. പക്ഷെ അതിൽ ഈ കല്യാണത്തിന് മുമ്പ് രേണു മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് രേണു തള്ളിക്കളയുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയത്തില്ല. ഞാൻ ഈ വീണ എന്ന് പറയുന്നവരോട് ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ടൊന്നും. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കമന്റുകൾ അടിക്കുന്നില്ല. എന്തായാലും രേണുസുധിയുടെ ഒന്നാം കല്യാണം നമ്മൾ ഉറപ്പിച്ച്. ഇനിയും ആരെങ്കിലും ഫ്ലാഷ് ബാക്ക് വരുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളപ്പോൾ വരാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തി മറ്റു വീഡിയോ കാണാം.